തിരുവനന്തപുരം വർക്കലയിൽ വളർത്തുനായയെ ഉപയോഗിച്ച് മധ്യവയസ്കനെ ആക്രമിച്ചെന്ന് പരാതി. തോണിപ്പാറ സ്വദേശി രഞ്ജിത്തിനെയാണ് നാട്ടുകാരനായ സനൽ മർദ്ദിക്കുകയും വളർത്തുനായയെ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്തത്. പരാതിയിൽ പോലീസ് കേസെടുത്തു. സനൽ നിലവിൽ ഒളിവിലാണ്. ഹാൻസ് ജോൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഹാൻസ്, ഒരു നായയെ ഉപയോഗിച്ച് ആക്രമിക്കുന്ന തരത്തിലേക്ക് വളരെ വ്യത്യസ്തമായ ഒരു ആക്രമണ രീതിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതിൽ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇയാൾക്കായുള്ള തെരച്ചിൽ ഏത് രീതിയിൽ നടക്കുകയാണിപ്പോൾ? ലക്ഷ്മി, ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ്. തോണിപ്പാറ ക്ഷേത്രോത്സവത്തിനിടയിൽ രഞ്ജിത്ത് ചെറുതായി മദ്യപിച്ചു. ഇതിനുശേഷം ഇദ്ദേഹം അടുത്തുള്ള ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ബന്ധുവിൻ്റെ സമീപത്താണ് പ്രതിയായിട്ടുള്ള സനൽ താമസിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഇദ്ദേഹം പുറകുവശത്ത് തെന്നി വീഴുകയും തുടർന്ന് സനൽ ഇത് കാണുകയും ചെയ്തു. ഈ സനലിന് ഈ രഞ്ജിത്ത് ഇയാളെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്നു എന്നതിൽ പ്രകോപിതനായി രഞ്ജിത്തിനെ സനലിൻ്റെ വീടിൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പൂട്ടിയിട്ട് മർദ്ദിക്കുകയും ഇതിനോടൊപ്പം തന്നെ കത്തി ഉപയോഗിച്ച് കയ്യിൽ വെട്ടുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെയാണ് സനലിൻ്റെ വളർത്തുനായ ഉപയോഗിച്ച് കടിപ്പിക്കുകയും ചെയ്തത്. പക്ഷേ ഇത്തരമൊരു സംഭവം നടന്നിട്ട് പ്രദേശവാസികൾ ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഈ സമയത്ത് പ്രതി സനലിൻ്റെ ഭാര്യയും മക്കളും ഒന്നും തന്നെ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നീട് പ്രതി തന്നെയാണ് ഈ രഞ്ജിത്തിനെ വീടിൻ്റെ പുറത്തേക്ക് തള്ളിയിടുന്നത്. ആ സമയത്താണ് പ്രദേശവാസികൾ ഈ സംഭവം അറിയുന്നതും പിന്നീട് രഞ്ജിത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തത്. പക്ഷേ ഇതിൽ മറ്റൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ സംഭവം കഴിഞ്ഞ് സനൽ അയിരൂർ പോലീസിൽ പരാതി നൽകുന്നു. തന്നെയും കുടുംബത്തെയും രഞ്ജിത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ്. പക്ഷേ ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയിരൂർ പോലീസ് മെഡിക്കൽ കോളേജിൽ എത്തുകയും രഞ്ജിത്തിൻ്റെ മൊഴിയെടുത്തപ്പോഴാണ് രഞ്ജിത്തിനാണ് മർദ്ദനമേറ്റതെന്ന കാര്യം അറിയുകയും ചെയ്തത്. പിന്നെ തുടർന്ന് ഇന്ന് വൈകിട്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതി സനൽ നിലവിൽ ഒളിവിലാണ്. ഇദ്ദേഹത്തിനായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ലക്ഷ്മി, ഹാൻസ് ജോണാണ് വിവരങ്ങളുമായി ചേർന്നത് തിരുവനന്തപുരത്ത്.